പ്രിയമുള്ള ഏവർക്കും വിനീതമായ നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ബാലലീലകളെ പറ്റിയും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്തു വരികയാണ്. ഇന്ന് നാം വേറെ ഒരു വിഷയവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഒരു ദിവസം യശോദ രാവിലെ തൈര് കടയുകയായിരുന്നു. അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ കിടക്കുക. അപ്പോൾ തൈര് കടയണം, പാലടുപ്പത്തിരിക്കുന്നു. അപ്പോൾ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ട് ഉണ്ണികൃഷ്ണൻ അമ്മയുടെ അടുത്ത് ചെന്നിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ മുട്ടിയൊരുമിയൊക്കെ നിൽക്കുക. യശോദയ്ക്ക് അതിനൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. എന്നാലും അറിയാം, വന്ന് ഏതാണ്ട് പരിപാടി ഒപ്പിക്കാൻ വന്നിരിക്കുക, വെണ്ണയ്ക്കാണ് വന്നിരിക്കുന്നതെന്നൊക്കെ അറിയാം. എന്നാലും അതിനുള്ള സമയമില്ല. തൽക്കാലം എൻ്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പെട്ടെന്ന് അടുപ്പത്ത് പാല് തിളച്ചു തൂവുന്ന ശബ്ദം കേട്ടു. യശോദ അമ്മ അടുക്കളയിലേക്ക് ഓടി. തന്നെ ശ്രദ്ധിക്കാതെ അമ്മ അടുക്കളയിലേക്ക് പോയ സമയത്ത് ഉണ്ണികൃഷ്ണൻ ഈ കലം അടുത്തിരുന്ന ഒരു അമ്മിക്കല്ലെടുത്ത് ഒരടി വെച്ചു കൊടുത്തു, അടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് അതിനകത്തുള്ള വെണ്ണയും ഒക്കെ എടുത്ത് മുഖത്തൂടെ വാരി തേച്ച് അങ്ങനെ നിൽക്കുക. ഒരു കൂസലും ഇല്ലാതാണ് ഇപ്പം. അമ്മ തിരിച്ചു വന്നപ്പം തൈരും പോയി, കലവും പോയി, വെണ്ണയും പോയി, എല്ലാം പോയി. ഉണ്ണികൃഷ്ണൻ ദേഹത്തോടെല്ലാം വെണ്ണയും വാരി തേച്ച് വായിലും കുറേ വെച്ച് ഇങ്ങനെ അവിടെ നിൽപ്പുണ്ടാകും. അപ്പം എന്ത് ചെയ്തു? ഇന്ന് ഇവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് വിചാരിച്ചു. ഉരുളെ കെട്ടിയിടും. കയറെടുത്തുകൊണ്ട് വന്ന് വയറ്റത്തൂടെ കെട്ടിയിട്ട് അതിൻ്റെ രണ്ട് തുമ്പും ഒന്ന് കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. കൂട്ടിമുട്ടാൻ നീളം പോരാ. അടുത്തൊരു കയറ് കൊണ്ടുവന്ന് ഏച്ചു വെച്ചു. അപ്പോഴും രണ്ട് സൈഡും കൂട്ടിമുട്ടുന്നില്ല. അവസാനം ആ വീട്ടിലുണ്ടായിരുന്ന കയർ മൊത്തം എടുത്തുകൊണ്ട് വന്നണക്കെയും കാര്യം നടക്കത്തില്ല. യശോദയാവപ്പാടെ ക്ഷീണിച്ചു. കയർ കൂട്ടിക്കെട്ടി യശോദ അമ്മയുടെ ശരീരം ക്ഷീണിച്ചു, മനസ്സ് ക്ഷീണിച്ചു. അപ്പോൾ ഉണ്ണികൃഷ്ണന് ചിരി വരിക. അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിച്ചു, ഏതായാലും അമ്മയെ ഇനിയും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചപ്പോൾ ഈ കയറിൻ്റെ രണ്ട് തുമ്പ് കൂട്ടിമുട്ടി. അത് രണ്ടും കൂടെ ഏച്ച് കെട്ടിയിട്ട് നിന്നെ എന്ന് ഞാനെന്ന് ഉരുളെ കെട്ടിയിടും എന്ന് പറഞ്ഞ് ഉരുളയിൽ കെട്ടിയിട്ടു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് കരയുക, ഉരുളെ കെട്ടിയിട്ടേ. അപ്പോൾ അടുത്തുള്ള ഗോപസ്ത്രീകളൊക്കെ ഓടി വന്ന് കരച്ചിൽ കേട്ടുകൊണ്ട് ഓടി വന്നപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ പറഞ്ഞു, ഇവൻ ഇത് തല്ലിപ്പൊട്ടിച്ചു, കലം തല്ലിപ്പൊട്ടിച്ചു, വെണ്ണയൊക്കെ എടുത്ത് നിന്നിട്ടിരിക്കുക, അങ്ങനെ ഞാൻ ഉരുളെ കെട്ടിയിട്ടേക്കുക എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ അവരെ ഇങ്ങനെ കെട്ടിയിടാമോ? ശരിയാണോ നീ കാണിച്ചത്? നിന്നെ പോലൊരു ദുഷ്ടലോകത്തുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ ഗോപസ്ത്രീകൾ യശോദയെ വഴക്ക് പറയുക. യശോദ ഒന്നും ശ്രദ്ധിക്കാതെ വീട്ടു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ചെറുകെ ഈ ഉരുളും വലിച്ചുകൊണ്ട് വഴിയിലോട്ടിറങ്ങി നടന്ന് ഇതും വലിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ കൂട്ടുകാരെല്ലാം കൂടി, നാട്ടുകാരെല്ലാം കൂടി ഈ കാഴ്ച കണ്ടുകൊണ്ട് ചെന്നപ്പോഴേ കാളനീ തീരത്ത് രണ്ട് മരങ്ങൾ അടുത്ത് നിൽക്കുന്നതിൻ്റെ നടുക്കൊരു വിടവുണ്ട്. ആ വിടവിനകത്തോടെ കയറി, രണ്ട് മരങ്ങൾക്കിടയ്ക്കുള്ള ഗ്യാപ്പിൽ കൂടി കയറി അപ്പുറത്തിയാടി അങ്ങോട്ട് മുമ്പോട്ട് നടന്നപ്പോൾ ഈ ഉരള് വന്നിട്ട് ഈ രണ്ട് മരത്തെ ഇടിച്ചിട്ട് ഈ രണ്ട് മരവും ഭയങ്കര ശബ്ദത്തോടെ മറിഞ്ഞു വീണു. ആൾക്കാരെല്ലാം അത്ഭുതത്തോടെ നോക്കുമ്പോഴേ ആ മറിഞ്ഞു വീണ മരത്തിൽ നിന്ന് രണ്ട് പ്രകാശരൂപികളായിട്ടുള്ള ദേവന്മാർ പ്രത്യക്ഷപ്പെടുകയും അവർ ശ്രീകൃഷ്ണനെ വലം വെച്ച് നമസ്കരിച്ച് സ്തുതി പാടി അവസാനം ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. അവർ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ തെക്ക് ദിശയിലേക്ക് പോയി. അപ്പോൾ ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ശബ്ദം കേട്ടുകൊണ്ട് വന്നു അവരെല്ലാവരും ഓടി വന്നപ്പം ഉണ്ണികൃഷ്ണൻ ഈ രണ്ട് മരത്തിൻ്റെയും ഇടയ്ക്കൂടി ഇപ്പുറത്തിയാടി ഇവിടെ നിൽപ്പുണ്ട്. കൂട്ടുകാരൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്നു, നാട്ടുകാർ അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ മരത്തിനിടയിൽ കൂടി ഉണ്ണി ഇപ്പുറത്ത് ചാടിയപ്പോൾ ഉരുള് വന്നിടിച്ച് ഈ രണ്ടു മരവും താഴത്ത് പോയതിൻ്റെ ശബ്ദമാണ് കേട്ടത്. അപ്പോൾ അത് എന്തുവാണെന്ന് ഒരു പിടിയില്ല.
ആ മരത്തിൽ നിന്ന് 2 ദേവതാരൂപങ്ങൾ, പ്രകാശരൂപികൾ വെളിയിൽ വന്നു. ഉണ്ണിയെ നമിച്ച് പ്രദക്ഷിണം വെച്ച് സ്തുതിച്ച് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് വീണ്ടും സ്തുതിച്ച് തെക്ക് ദിശയിലേക്ക് പോയി എന്ന് കേട്ടു. അതൊന്നും ആർക്കും വിശ്വാസമായില്ല. കണ്ടവർക്ക് മാത്രമേ അത് വിശ്വാസമായുള്ളൂ. അവർ ശ്രീകൃഷ്ണ ഭഗവാന്റെ വയറ്റത്തുനിന്ന് കെട്ടൊക്കെ അഴിച്ചു വിട്ടു. അപ്പോൾ അന്ന് കയറ് ദാമത്തിൽ ഉണ്ടായിരുന്നവൻ എന്നർത്ഥത്തിൽ, ദാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയർ, ഉദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ. ദാമം ഉദരത്തിലുണ്ടായിരുന്നവൻ എന്നർത്ഥത്തിൽ ദാമോദരൻ എന്ന് അദ്ദേഹത്തിനെ അറിയപ്പെടാൻ ഇടയായി. ദാമോദരൻ എന്നും പറയാറുണ്ട്. ദാമം ഉദരത്തിൽ ധരിച്ചവൻ എന്നും പറയാറുണ്ട്. എന്നിട്ട് നന്ദഗോപര് യശോദയും വഴക്ക് പറഞ്ഞ് ഉണ്ണിയും കൂട്ടി വീട്ടിൽ പോയി പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ മരവും എടുത്ത് ദഹിപ്പിച്ച് ഇങ്ങനെ ഒരു കഥയുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണ് എന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. നളകൂപരമോഷം എന്നാണ് ഇതിനെ പറയുന്നത്. നളകൂപരനും മണിഗ്രീവനും എന്ന് പറയുന്ന 2 ദേവതാരൂപങ്ങളാണ് ആ മരമായിട്ട് നിന്നിരുന്നത്, ശാപം കിട്ടി നിന്നിരുന്നത്. അതിൻ്റെ കഥ വിശാലമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. അടുത്ത എപ്പിസോഡിൽ നാം കാണുന്നത് വരെ ഏവർക്കും വിനീതമായ നമസ്കാരം.